ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മദേഴ്സ് ഡേയോടനുബന്ധിച്ച് മത്സരാർത്ഥികൾ എല്ലാവരും തങ്ങളുടെ അമ്മമാർക്ക് കത്തെഴുതുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ പ്രേക്ഷകരെയും ലാലേട്ടനെയും മത്സരാർത്ഥികളെയും ഒക്കെ ഏറ്റവും കൂടുതൽ വികാരഭരിതമാക്കിയത് അഭിഷേക് തൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത് കേട്ടിട്ടാണ്. അഭിഷേകിന്റെ അമ്മ തൻ്റെ ബാല്യകാലത്ത് തന്നെ വിട്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അഭിഷേകിന് വേണ്ടി സംസാരിക്കാൻ എത്തിയത് അഭിഷേകിന്റെ അമ്മയുടെ ചേച്ചിയായിരുന്നു. അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അഭിഷേകിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ കോയമ്പത്തൂരിലായിരുന്നു. അവരെ കാണുവാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ അവിടേക്ക് പോവാറുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന ദിവസം അഭിഷേകിനെ അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രതീക്ഷിച്ച് അഭിഷേക് വഴിയിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അഭിഷേക് അവിടെ തന്നെ കാത്തു നിൽക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ കൊണ്ടുചെല്ലുന്ന ആ ഒരു സ്നാക്സിന്റെ ബോക്സ് എടുക്കുവാൻ വേണ്ടിയാണ് അഭിഷേക് അവിടെ കാത്തു നിൽക്കുന്നത്. രണ്ടാമത്തെ ഓർമ്മ, അഭിഷേക് ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അഭിഷേകും കൂടി ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിൽ അഭിഷേകിന് സീറ്റ് കിട്ടിയത് കുറച്ച് ഫ്രണ്ടിലായിരുന്നു, ഞാൻ ബാക്കിലുമായിരുന്നു. ബസ് വളരെ സ്പീഡിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് വളരെ ഉച്ചത്തിൽ അഭിഷേക് പുറകോട്ട് നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: മിനി ആൻറ്റി, വൃക്ഷങ്ങളും ബസ്സുകളുമൊക്കെ വളരെ സ്പീഡിൽ ബാക്കിലേക്ക് ഓടുന്നു എന്ന്. അത് എല്ലാവരും കേൾക്കുകയായിരുന്നു വിളിച്ചു പറഞ്ഞത്. അതും മറക്കാനാവാത്ത ഒരു ഓർമ്മയായി ഇന്നും മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്നുവെന്നാണ് ആ ഒരു അമ്മ പറഞ്ഞത്. ശേഷം അഭിഷേക് തൻ്റെ സ്വന്തം അമ്മയ്ക്ക്, കുട്ടിക്കാലത്ത് തന്നെ വിട്ടുപോയ അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിക്കുകയാണ്. ആ കത്ത് കേട്ട് കണ്ണീർ വാർക്കാത്തവർ ചുരുക്കം മാത്രമായിരിക്കും. അഭിഷേക് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ എൻ്റെ അമ്മയ്ക്ക് കത്തൊന്നും എഴുതിയിട്ടില്ല. ഇത് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെയും അവസാനത്തെയും കത്താണ്. മൈ ഡിയർ അമ്മ, അമ്മയ്ക്ക് സുഖമാണ് എന്ന് കരുതുന്നു. ഞാനിങ്ങനെ ലെറ്റർ ഒന്നും എഴുതാറില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. അമ്മയുടെ പേര് പറഞ്ഞ് എവിടെയും സെൻറ്റി അടിക്കാറില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് തന്നു. ഹായ്, മിസ് യു, ബൈ. ഇതായിരുന്നു എഴുതുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സ് തുറന്ന് എഴുതുവാൻ. ഇനിയും ഇതുപോലൊരു അവസരം എന്നെ പോലൊരാൾക്ക് ലഭിക്കുവാൻ സാധ്യതയില്ല. അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് 3rd സ്റ്റാൻഡേർഡിലാണ്. അതാണ് എൻ്റെ അവസാനത്തെ ഓർമ്മ. ഞാൻ TV കാണുമ്പോൾ അഭിഷേക് സ്വിച്ച് ഓഫ് ദ TV ആൻഡ് ഗോയിങ് സ്റ്റഡി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതും എന്നെ സന്ധ്യാനാമം ചൊല്ലിക്കുന്നതും എന്നെ പഠിപ്പിക്കുന്നതും, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഷ് ബേസിനിൽ പോയി ചോര ഛർദ്ദിക്കുന്നതും, വീൽ ചെയറിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും, അവസാനം വെള്ളത്തുണിയിൽ മൂടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും, വിറകിൽ മൂടി യാത്രയയക്കുന്നതുമൊക്കെ തന്നെയാണ് എനിക്ക് ഓർമ്മയുള്ളതിൽ എൻ്റെ അമ്മയെക്കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞതിന് ശേഷം അഭിഷേക് മറ്റൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പാരൻസ് മീറ്റിംഗിന് അച്ഛൻ വരുന്ന സമയത്ത്, പത്താം ക്ലാസ് എത്തുന്ന സമയത്ത് അച്ഛൻ വരണ്ട, കാരണം എനിക്ക് അമ്മയെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരുടെ മുൻപിൽ തുറന്ന് പറയാൻ സാധ്യമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് എന്നുള്ള തരത്തിലൊക്കെ അഭിഷേക് സംസാരിക്കുന്നുണ്ട്. കൂട്ടുകാരുടെ വീട്ടിലേക്ക് താൻ പോവാറില്ല, കൂട്ടുകാരെ തൻ്റെ വീട്ടിലേക്കും വിളിക്കാറില്ല. കാരണം തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് തൻ്റെ അമ്മയെക്കുറിച്ചും തനിക്ക് അമ്മയില്ല എന്നതുമൊക്കെ അറിയുമല്ലോ എന്നുള്ള വികാരഭരിതമായ ഒരുപാട് വാക്കുകൾ അഭിഷേക് പറയുന്നുണ്ട്. അവസാനം തനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ ആരോടും പറഞ്ഞില്ല. അതിനുശേഷം ഗസ്റ്റുകൾ വന്ന് എന്നെ തകർക്കാൻ ശ്രമിച്ചാലും, ഗസ്റ്റുകളും കണ്ടസ്റ്റൻസും ആരായാലും എന്നെ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ ഒരു തരി പോലും തകർന്നു പോവില്ല എന്നുള്ളൊരു ഉറച്ച വാക്കുകൂടി അഭിഷേക് ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഒരു കത്ത് വായിച്ചത് കേട്ടിട്ട് നമ്മുടെ ലാലേട്ടനും മത്സരാർത്ഥികളും ഇക്കണ്ട പ്രേക്ഷകർ എല്ലാവരും അത്രയധികം കണ്ണീർ വാർത്തിട്ടുണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. കാരണം അഭിഷേകിനെ കുറിച്ച് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത, അല്ലെങ്കിൽ അന്ന് ഒരു യെല്ലോ കാർഡ് കൊടുത്തതിന് ശേഷം അത്രയ്ക്കും ആക്റ്റീവ് അല്ലാത്ത ഒരു സൈലന്റ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അഭിഷേക്. എന്നാൽ അഭിഷേകിന് ഇന്നലെയുള്ള ആ ഒരു ടാസ്ക്, അമ്മയ്ക്ക് എഴുതിയ ആ ഒരു കത്ത് വായിച്ചതിന് ശേഷം അഭിഷേകിന് ഇപ്പോൾ ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അത്യധികമാണ്. ഇരട്ടിയാണ് അഭിഷേകിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല കമന്റ് സെക്ഷനുകളിലും നമ്മളത് കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്തായാലും അഭിഷേകിന് മാതൃദിനത്തിൽ തന്നെ തൻ്റെ അമ്മ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു കത്തും അത്തരത്തിൽ പ്രേക്ഷകരുടെ പിന്തുണ എന്നുള്ളതൊക്കെ പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും അഭിഷേകിന്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒരു അവസരത്തിൽ അഭിഷേകിനെ ഈ തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടിയതിന് വലിയൊരു കാര്യമാണ്. കാരണം അഭിഷേകിന്റെ അമ്മയെക്കുറിച്ച് ഇതുവരെ അഭിഷേക് ഒരു വേദിയിൽ പോലും ഒരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കത്ത് വായിച്ചപ്പോൾ പേഴ്സണലി എനിക്ക് വളരെയധികം കരയരുത് എന്ന് ഉറച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു കത്ത് വായിച്ചതിന് ശേഷം അതിൻ്റെ പകുതി ആയപ്പോൾ തന്നെ വല്ലാത്തൊരു
ഉള്ളിൽ ഒരു വിങ്ങലായി തന്നെ ഇരിക്കുകയായിരുന്നു. എന്തായാലും അഭിഷേകിന്റെ ആ ഒരു കത്ത് വല്ലാതെ പ്രേക്ഷകർ ഉൾക്കൊണ്ടു എന്ന കാര്യം തീർച്ച തന്നെയാണ്. സോ പ്രേക്ഷകർക്ക് എന്താണ് അഭിഷേകിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു കത്ത് വായിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.